ചെറുക്ക, ഞാൻ നിന്റെ കമ്പനിയിൽ കുമാറിന്റെ മോന് ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാന്ന് വാക്ക് കൊടുത്താണ്. അമ്മ എന്തിനമ്മ എൻ്റെ അടുത്ത് ചോദിക്കാതെ വാക്കൊക്കെ കൊടുക്കാൻ പോയത്? ഓ, അവര് വന്ന് എൻ്റെ അടുത്ത് ഒരു സഹായം ചോദിച്ചാൽ ഞാൻ നിന്റെ അടുത്ത് അനുവാദം ചോദിക്കാൻ നിൽക്കാം. ഓരോ ആണുങ്ങൾ ജോലിക്ക് കയറിയ ആ കുടുംബത്തിലുള്ള എല്ലാ ആണുങ്ങളെയും ആ കമ്പനിയിൽ ജോലിക്ക് കയറ്റും. 10-12 കൊല്ലമായില്ലേ നീ ജോലിക്ക് കയറിയിട്ട്? ഒരുത്തന് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ നിനക്ക് പറ്റാത്തത്? അമ്മ അതങ്ങനെ എടുപിടിയും നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്താലും ഇന്റർവ്യൂ കഴിയാതെ അവർ ആരെ എടുക്കൂല. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ആ ചെറുക്കന് ജോലി വാങ്ങിച്ചു കൊടുത്തേ പറ്റൂ. അമ്മ ഞാൻ നോക്കാം. അമ്മ ചായ. പിന്നെ ചേട്ടാ ഇന്ന് വരുമ്പോൾ കുറച്ച് മലക്കറി മേടിച്ചിട്ട് വരണേ. ഇന്നാളെ ഞാൻ കുറച്ച് കൂടുതൽ ക്യാരറ്റ് വാങ്ങാൻ പറഞ്ഞിട്ട് ചേട്ടൻ വാങ്ങിച്ചോണ്ട് വന്നു. മറന്നു വേടി, ഇന്ന് വാങ്ങിച്ചോണ്ട് വരാം. എങ്കിൽ പിന്നെ മാർക്കറ്റിൽ പോകണമെങ്കിൽ കുറച്ച് മീനും കൂടെ മേടിച്ചിട്ടോ. സോറി അമ്മ. എന്തോന്നും കാണിക്കണേ? ഒരു സാരി എന്താ ഒരു മാനം ചോദിക്കാനോ ഓരോ കാര്യം ചെയ്യണേ? അതമ്മ ഗ്ലാസ്സിൽ നേരെ പിടിക്കാത്തോണ്ടല്ലേ. ഓ, അവളുടെ ഓരോ ന്യായം. ഇനി വേറെ ചായ എടുത്തിട്ട് അടി. തറ അത്രയും ചീത്തയായിരിക്കും. ഒന്ന് തുണി എടുത്ത് വന്ന് തുടക്കി. അമ്മ ഇതാണ് ഞാൻ പറഞ്ഞത്, കാറ്ററാക്ടിന്റെ സർജറി ചെയ്യാൻ. ഇനിയും അച്ചോടുന്നത് അത് കൂടുതൽ വഷളാവുള്ളേ. എന്നിട്ട് വേണം എന്റെ കണ്ണ് പൊട്ടിച്ചിട്ട് എന്നെ ഒരു മൂലയ്ക്ക് ഇരുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കാലോ. അമ്മ പേടിക്കുന്നില്ല, വലിയ ഓപ്പറേഷൻ ഒന്നും അല്ല. സംശയം ഉണ്ടെങ്കിൽ ശ്രേയോ ജെന്നി ആരെങ്കിലും വിളിച്ച് ചോദിച്ചു നോക്ക്. അവര് പറയുമ്പോൾ വിശ്വാസമാവുമല്ലോ. വാ വാ നോക്കാം. സാരിയൊക്കെ കറയായോ എന്തോ. എടാ അവിടെ നല്ല കോസ്റ്റ് ആവൂലേ? എടാ ഇല്ലടാ, ഞാൻ എന്തായാലും അവിടുത്തെ സർജനെ നമ്പർ അയച്ചുതരാം. നീ വിളിച്ചിട്ട് ഉടനെ എന്നെ അമ്മയെ കൊണ്ടുപോയി കാണിക്കാൻ നോക്ക്. ശരി. അയ്യോ അമ്മ, അയ്യോ എന്തു പറ്റി അമ്മ? അമ്മമ്മ കസേരയും താഴെ വീണച്ചാ. അമ്മ ഈ വയസ്സാകാലത്ത് കണ്ണും കണ്ടോടാ ഇതിലൊക്കെ വലിഞ്ഞേറാൻ പോയെന്തിന്? എനിക്ക് അയ്യോ അമ്മ എന്തോ ചേട്ടാ. അമ്മ എനിക്ക് എന്നെ സഹായിക്കാൻ വന്നിരിക്കണ നിന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞല്ലേ ബാഗ് എടുത്തു തരാൻ. ഇപ്പൊ ഞാൻ വീണപ്പോ സമാനായല്ല. അമ്മ ഇത് പറഞ്ഞിട്ട് 10 മിനിറ്റ് അല്ലേ ആയുള്ളൂ. ഞാൻ തുണി വരിച്ചിട്ട് വന്ന് എടുത്തു തരാന്നല്ലേ പറഞ്ഞേ. ഓ, നിന്റെ സൗകര്യത്തിന് ഞാൻ നിക്കാം. മരിക്കാൻ കിടക്കുമ്പോ വെള്ളം ചോദിച്ച 16 തന്ന വർഗങ്ങള്. കുന്ത വിളിക്കുക അതുപോലെ നിൽക്കാതെ എന്നെ വന്ന് പിടിച്ച് എണീപ്പിക്കും. അയ്യോ സോറി അമ്മ. ഒന്ന് അമർത്തി തടവ് വെച്ചേ, എനിക്ക് വേദനയ്ക്കൊന്നുമില്ല. ഓ, എന്നെ കൊല്ലു മതി. അമ്മയല്ലേ അമ്മ അമർത്തി തടവാൻ പറഞ്ഞത്? എന്തും പറഞ്ഞ് നീ തടവിയൊക്കെ മതി. ഇനി കുളിക്കാൻ ചൂടുവെള്ളം എടുത്ത് വേ. ചൂടുവെള്ളം എന്ന് പറഞ്ഞ് എന്റെ തിളച്ച വെള്ളം എടുത്ത് വെക്കല്. എന്റെ കൈയും കൂടി പൊള്ളാൻ. ഇതാരാ നോക്ക് അറ്റൻഡ് ചെയ്താ? ശ്രേയാണമ്മ. ഹാ മക്കളെ, ദക്ഷമോളെവിടെ? അമ്മമ്മ ഞാനായത് ദക്ഷ. അയ്യോ, അമ്മാമ്മയുടെ പൊന്നുമോളായിരുന്നാ. അമ്മ എവിടെ മക്കളാ? അമ്മ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ ചേട്ടൻ വിളിച്ചിരുന്നു അമ്മ വീണെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓഹ്, അതൊന്നും പറയണ്ട. അതെങ്ങനെയൊക്കെയോ പോയി. അവിടെ മറ്റൊക്കെ എന്തോന്ന് പണി? ഒരു ജോലി ഇല്ലാതെ നിൽക്കുവല്ലേ, എന്നിട്ട് അമ്മയെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കണ? ഇവിടെ ഉള്ള ഒന്നിനെ കൊണ്ട് ഒരു ഗുണവുമില്ല. എല്ലാം അവരുടെ സൗകര്യത്തിലല്ലേ ചെയ്തു തരുള്ളൂ. ഇതിനൊക്കെ അമ്മയാണ് വളം വെച്ചു കൊടുക്കണത്. എന്നിട്ട് ചേട്ടൻ ഒന്നും പറഞ്ഞില്ലേ? അവൾ എന്ത് ചെയ്താലും ഇവൻ പോയി താങ്ങിക്കൊണ്ട് നടക്കുമല്ല. നമുക്കൊരു വെള്ളം വേണമെങ്കിൽ ഞാൻ പോയി എടുത്ത് കുടിക്കണം. ഇതാണ് ചേട്ടൻ അമ്മയെ പൊന്നുപോലെ നോക്കൂന്ന് പറഞ്ഞത്. ഇതിനെക്കാളും നന്നായിട്ട് ഞാൻ എന്റെ അമ്മയെ പൊന്നുപോലെ നോക്കൂലായിരുന്നാ? എന്ത് ചെയ്യാനാ മക്കളെ, ഈ നടുവേനയും മുട്ടുവേനയും ഉള്ളതുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴേ അവിടെ വന്ന് നിന്നേനെ. ശരി തന്നെ അമ്മ. ഈ മുട്ടുവേനയും നടുവേനയൊക്കെ വെച്ചിട്ട് ഇത്രയും യാത്ര ചെയ്ത് ഇനി ഇവിടെ വന്ന് ക്ഷീണമായി കിടപ്പായി. എന്തിനമ്മ, അതിനേക്കാളും അവിടെ നിൽക്കണ തന്നെ നല്ലത്. ഇനി കുറച്ച് ജോലിയുണ്ട്, ഞാൻ അമ്മേനെ വിളിക്കാം കേട്ടോ. അമ്മ റെസ്റ്റ് എടുത്തോ. ശരിയേ? ആ ശരി മക്കളെ. സാർ വന്നോളൂ, ഡോക്ടറെ കാണാം. എനിക്കിപ്പോ സർജറി വേണ്ടടാ. ചുമ്മാ വാശി പിടിക്കില്ല, കുഴപ്പമൊന്നുമില്ല. എനിക്ക് നന്നായിട്ട് കാണാം. പിന്നെ എന്തിനാ സർജറി? നന്നായിട്ട് കാണാം. ആ ഫോട്ടോയിൽ കാണുന്ന ആരെന്ന് പറയൂ?
ഇത് നന്ദനത്തിൽ കൃഷ്ണനായിട്ട് വന്ന് ചെറുക്കനല്ലേ? സർ വന്നോളൂ, നമുക്ക് ഡോക്ടറെ കാണാം. കൃഷ്ണല്ലേ? അമ്മയ്ക്ക് കണ്ണിലൊരു പാടയുള്ളത് ഒരു ഫീലില്ലേ? അതുകൊണ്ടാണ് കാഴ്ചയിൽ ഈ മങ്ങലുള്ളത്. ഈ തിമിരം ബാധിച്ച ലെൻസ് മാറ്റി നല്ലൊരു ലെൻസ് വെച്ച് കഴിഞ്ഞാൽ തന്നെ അമ്മയ്ക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അയ്യോ ഡോക്ടർ, എനിക്ക് ഇത്രയൊക്കെ കണ്ടാൽ മതി. ഇവന് വേറെ പണിയില്ലാത്തോണ്ടാ എന്നെ ഇവിടെ വിളിച്ചോണ്ട് വന്നത്. അമ്മയുടെ കാഴ്ചയിൽ ഇപ്പം തന്നെ നല്ല മങ്ങലുണ്ട്. നമ്മളിത് ഇപ്പോഴേ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ അമ്മയുടെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അമ്മ ഇതൊരു വലിയ സർജറി ആണെന്നുള്ള പേടിയേ അമ്മയ്ക്ക് വേണ്ട. ഇത് വെറും മിനിറ്റുകളുടെ പ്രൊസീജിയറാണ്. ഒരു 2 മണിക്കൂർ ഒബ്സർവേഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീട്ടിലും പോകാം. ഇതൊരു കോംപ്ലിക്കേഷനും ഇല്ലാത്തൊരു പെയിൻലെസ് പ്രൊസീജിയറാണ്. അപ്പൊ അഡ്മിറ്റ് ഒന്നും ആവണ്ടേ? കണ്ണിലുള്ള ഇഞ്ചക്ഷൻ എടുക്കൂ? വേണ്ട, അഡ്മിറ്റ് ആവണ്ട. ഇഞ്ചക്ഷനും എടുക്കൂല. ഇവിടെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും മോസ്റ്റ് മോഡേൺ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. അമ്മയുടെ ദേഹത്തൊന്നും തുടത്തു പോലുമില്ല. പിന്നെ അരുൺ ഈ സർജറി കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂയിങ് ഗാലറിയിൽ ഇരുന്നിട്ട് ഈ എൻ്റെ പ്രൊസീജിയർ നേരിട്ട് കാണാനും പറ്റും. ഓക്കെ അല്ലേ? ഡോക്ടർ, സർജറിയുടെ ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം. ഞാൻ എവിടെ നിന്ന് പൈസ എടുത്തേരേ? അമ്മ, ഇത് മാസാവസാനം ആയതുകൊണ്ടാണ്. 2 ആഴ്ച കഴിയുമ്പോൾ ഓണത്തിൻ്റെ ബോണസ് കിട്ടും. അപ്പം ഞാൻ തിരിച്ചു തരാം. അമ്മയുടെ പെൻഷനിൽ നിന്ന് മാറ്റി വെച്ചേക്കുന്ന എന്തെങ്കിലും കാണൂലേ? ഓ, അപ്പൊ അതും പ്രതീക്ഷിച്ചാണ് എൻ്റെ ഓപ്പറേഷൻ ഇറങ്ങി തിരിച്ചതല്ലേ? എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. നീ എങ്ങനെയെങ്കിലും ഒപ്പിക്കേ. ചേട്ടൻ എന്തിനാണ് വെറുതെ അമ്മയുടെ അടുത്ത് പൈസ ചോദിക്കാൻ പോകുന്നത്? ഇനി ഇവിടുത്തെ അവസ്ഥ നിനക്കറിഞ്ഞൂടെ? ഞാൻ എത്രയൊക്കെ നോക്കിയാലും ഇത്രയും എമൗണ്ട് ഒരുമിച്ച് മറിക്കാൻ പറ്റൂല. നിനക്കൂടെ ജോലി ഉണ്ടായിരുന്നപ്പോൾ ഇത്രയും ടൈറ്റ് അല്ലായിരുന്നു. ഇത് വല്ല അമ്മയ്ക്ക് അറിയേണ്ട കാര്യമുണ്ടോ? അതപ്പോൾ ചേട്ടന് അറിയാമല്ല. ഇത്രയും കാലമായിട്ട് അമ്മ എന്തെങ്കിലും ആവശ്യത്തിന് 1 രൂപയെങ്കിലും ഇവിടെ ചിലവാക്കിയിട്ടുണ്ടോ? പിന്നെയാണ് ഇത്രയും പൈസ തരാൻ പോണോ? ഇപ്പം ശ്രേയ എടുത്ത ജന്നി എടുത്ത ചോദിക്കാമെന്ന് വിചാരിച്ചാൽ 2 കൂടെ ഓരോ പ്രാരാബ്ദം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കയറി വരും. എന്താ ചെയ്യണമെന്നൊരു പിടുത്തം കിട്ടണില്ല. ചേട്ടൻ ടെൻഷൻ ആവാതിരിക്കും. മോളുടെ ആനുവൽ ഫീസ് അടയ്ക്കാൻ വെച്ചിരുന്ന പൈസ ഇരിപ്പുണ്ട്. തൽക്കാലത്തേക്ക് അതെടുക്കാം. തികഞ്ഞില്ലെങ്കിൽ എൻ്റെ വളയും മറ്റു പണയം വയ്ക്കാം. എന്തായാലും അമ്മയുടെ കാര്യമല്ലേ, പൈസ കിട്ടണവരെ വെയിറ്റ് ചെയ്യണ്ട. തൽക്കാലം അങ്ങനെ എന്തെങ്കിലും നടക്കുള്ളൂ. അമ്മ ചായ. മധുരം കുറച്ച് തന്നെ ഇട്ടാ. ആ ശ്രേയ, ചേട്ടത്തി മോളെ സുഖം തന്നെ. അമ്മ ഇപ്പൊ ഓക്കെ അല്ലേ അമ്മ? അമ്മമ്മയുടെ പൊന്നുപോലെ നല്ല ക്ഷീണിച്ചു പോയല്ല. ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്ന അമ്മമ്മക്ക് നേരത്തെ കണ്ണാണത്തോണ്ട് തോന്നിയതായിരിക്കും. ഡേ, അമ്മമ്മയോട് ഇങ്ങനെയാണ് സംസാരിക്കണേ. ഡേ, പിള്ളേർക്ക് കുടിക്കാൻ എന്തേലും എടു. അവളുടെ ചിരിയിൽ എന്തോ പന്തേടുണ്ടല്ലോ അമ്മ. അത് നീ ഇതൊക്കെ വാങ്ങിച്ചിട്ടൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് 2 ദിവസമായി. ഒരു പേരയ്ക്ക പോലും ഇതുപോലെ ഇതുവരെ വാങ്ങിച്ചു തന്നിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ സ്നേഹം വേണ്ടേ അമ്മ? ഇതിപ്പോൾ ഇവരെന്തോ പേരെന്തൊക്കെയോ ചെയ്യണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ അമ്മയുടെ സർജറിയുടെ പൈസ അമ്മയുടെ തന്നെ ചോദിക്കുമായിരുന്നോ? എന്ത് ചെയ്യാം മക്കളെ, മോക്കും ജനനിക്ക് മാത്രമേ അമ്മയുടെ കാര്യത്തിൽ കരുതലുള്ളൂ. ഡേ, പിള്ളേരുടെ അരങ്ങേറ്റത്തിൻ്റെ കാര്യം എന്തിനായി? ഇപ്പം അമ്മമ്മയ്ക്ക് നല്ല കണ്ണ് കാണാമല്ലോ. അതുകൊണ്ട് മോളുടെ ഡാൻസൊക്കെ നന്നായിട്ട് കാണാം. അതിപ്പോൾ ഒന്നും നടക്കുമെന്ന് തോന്നണില്ല അമ്മ. അതെന്തിരി? അവിടെ ചേട്ടന് കുറച്ച് ടൈറ്റാ. പിന്നെ ഈ അരങ്ങേറ്റം എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ ചിലവാണോ? അതുകൊണ്ട് പിന്നെ ഇനി അടുത്ത വർഷം നടത്താമെന്ന് വിചാരിച്ചു. പോടി അവിടെ നിന്ന്. പിള്ള ഒരുപാട് ആഗ്രഹിച്ചില്ലേ? അതിനിപ്പോൾ എന്ത് ചെയ്യാനമ്മ? നമ്മുടെ അവസ്ഥയും കൂടെ നോക്കണ്ടേ? ഇതിന് എല്ലാം കൂടി എത്ര രൂപ ചിലവാകും? അത് ഒരു 1 ലക്ഷം രൂപയെങ്കിലും വരും അമ്മ. 1 ലക്ഷം രൂപയെ? അതല്ലേ, വല്ല 10,000 10,000 ആണെങ്കിൽ നോക്കായിരുന്നു. നീ ഏതായാലും അരങ്ങേറ്റത്തിലുള്ള കാര്യം നോക്ക്, ഞാൻ പൈസ തരാം. അമ്മയ്ക്ക് എവിടെ നിന്ന് പൈസ? വേറെ എവിടെ നിന്ന്? എൻ്റെ പെൻഷൻ പൈസയും ജന്നി അയച്ചു തരുന്ന പൈസയും കൂട്ടി വെച്ചതാ.
പിന്നെ എൻ്റെ കൊച്ചുമോൻ്റെ കാര്യമല്ലേ, അത് നന്നായിട്ട് നടക്കട്ടെ. എന്താ മോളെ എടുത്തേ. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? ഓ കുഴപ്പമില്ലാട്ടത്തെ എങ്ങനെ പോണ് എല്ലായിടത്തും പോലെ. അമ്മ ഇന്ന് ബാങ്കിൽ നിന്ന് 1 ലക്ഷം രൂപ വിഡ്രോ ചെയ്താ? എന്താ ചേട്ടാ? എടി അമ്മ ഇന്ന് ജയറാം വർക്ക് ചെയ്യുന്ന ബാങ്കിൽ പോയിരുന്നു. അവിടെ നിന്ന് 1 ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്ന് എടുത്തേക്കുന്നു. അതെന്തിനാണെന്ന് ഞാൻ ചോദിക്കായിരുന്നു. എൻ്റെ പൈസ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എടുക്കും, അതിന് നിന്നെയും നിൻ്റെ ഭാര്യയും ഞാൻ ബോധ്യപ്പെടുത്തണോ? അങ്ങനെ അല്ലല്ലോ അമ്മ ഞാൻ പറഞ്ഞത്. ഇത്രയും വലിയ എമൗണ്ട് വിഡ്രോ ചെയ്യേണ്ട ആവശ്യം എന്താണെന്നാണ് ചോദിച്ചത് ഇവിടെ. ചേട്ടാ ഇനി എത്ര ചോദിച്ചാലും അമ്മ പറയാൻ പോണില്ല. ഇപ്പൊ അമ്മമ്മയ്ക്ക് നല്ല കണ്ണ് കാണാമല്ലോ, അതുകൊണ്ട് മോളുടെ ഡാൻസ് ഒക്കെ നന്നായിട്ട് കാണാം. അമ്മയ്ക്ക് ചേട്ടൻ ചോദിച്ചപ്പോൾ മാത്രമാണ് പൈസ തരാൻ പറ്റാത്തത്. ശ്രേയക്ക് കൊടുക്കാൻ ഒരു മടിയില്ലായിരുന്നു. ശ്രേയക്കാ? അവക്കെന്ന് ഇത്രയും പൈസ? ദക്ഷയുടെ ഡാൻസിന്റെ അരങ്ങേറ്റം നടത്താൻ. കൊള്ളാം. അമ്മയുടെ ഓപ്പറേഷനൊക്കെ അമ്മയ്ക്ക് വലുത് അതായിരുന്നാ? അതോ ഞാൻ കടം വാങ്ങിച്ചിട്ടായാലും അമ്മയുടെ ഓപ്പറേഷൻ നടത്തുന്നത് ഉറപ്പുള്ളതാണോ ഞാൻ ചോദിച്ചപ്പോൾ തരാത്തത്? അമ്മ തീരെ ഗതികെട്ടിന് നേരത്താണ് ഞാൻ പൈസ ചോദിച്ചത്, അതും കടമായിട്ട്. അവസാനം അമ്മ നാഴിക 40 വട്ടം കുറ്റപ്പെടുത്തിയും താറടിക്കുകയും ചെയ്യുന്ന ഇവളുടെ കൈ കിടന്ന വള പണയം വെച്ചിട്ടാണ് അമ്മയുടെ ഓപ്പറേഷനുള്ള പൈസ കണ്ടുപിടിച്ചത്. അമ്മ ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങൾ വന്ന് പറയുമ്പോഴേ അതിനൊക്കെ പൈസ എവിടെ നിന്നാണ് ഉണ്ടാവണമെന്ന് അമ്മ ആലോചിച്ചിട്ടുണ്ടോ? ഓ, അപ്പൊ നീ എന്നെ നോക്കണതിന് കണക്ക് പറയാൻ തുടങ്ങിയ? കണക്ക് പറഞ്ഞ അല്ല അമ്മ, പക്ഷെ അതാണ് സത്യം. എന്തെങ്കിലും ഒരു കുറവ് ഞങ്ങൾ അമ്മയ്ക്ക് വരുത്തിയിട്ടുണ്ടോ? നന്നായിട്ട് തന്നെയല്ലേ നോക്കണത്. എന്താ നോക്കണമെന്ന്? നിന്റെ ഭാര്യ അവളുടെ ഇഷ്ടത്തിന് 3 നേരം വെച്ച ഉണ്ടാക്കി തരണതാണോ നിന്റെ നോക്കല്? അമ്മ എന്നെ ഇത് പറയണം. ഇവിടെ പറഞ്ഞ ഓരോരോ ജോലിക്കാരുള്ള ഓരോന്ന് പറഞ്ഞ് ഓട്ടിച്ചോണ്ടിരുന്നപ്പം അമ്മയെ നോക്കാൻ വേണ്ടി മാത്രം ജോലി റിസൈൻ ചെയ്തോളാണുള്ളൂ. ഓ, നിന്റെ ഭാര്യയെ ജോലി ചെയ്ത് പിരിച്ചു വിട്ട് അവളിവിടെ ചൊറിയും കുത്തി ഇരിക്കണതും കൂടി എന്റെ തലയിലിട്. അമ്മയടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇത്രയും കാലം ഒന്നും പറയാത്തതും ഇപ്പൊ അങ്ങോട്ടൊന്നും പറയാൻ തോന്നാത്തതും. ഇനി നിന്റെ ഔദാര്യത്തിൽ ഞാൻ ഇവിടെ നിൽക്കണില്ല. എനിക്ക് വേറെ 2 മക്കളുണ്ട്, ഞാൻ അവിടെ പോയിക്കോളാം. നിന്റെ കുത്തുവാക്ക് കേൾക്കണ്ടല്ലോ. അമ്മ എടി ഇതിപ്പോ അമ്മ 1-2 പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നു ഞാൻ അറിഞ്ഞ. എടി നീ ഇപ്പൊ എന്ത് ചെയ്യും? എനിക്ക് അറിഞ്ഞൂടാ. ഈ വീടിനെ തലവത്തിന് വെക്കുമെന്നാണ് എന്റെ പേടി. ഏത് നേരത്താണോ എന്താ അമ്മയെ നോയിക്കോളാന്ന് ഞാൻ പറഞ്ഞത്. ശ്രേയേ, വന്ന് ഫുഡ് എടുത്തുവേ. ദാ വരണമ്മ. ഞാൻ നിന്നെ വിളിക്കാടി. ശരിടി. അയ്യേ, ബ്രെഡാ? ഓ അമ്മ, ഇവിടെ ഞാനും ദക്ഷയും മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ കുക്ക് ചെയ്യാറൊന്നും ഇല്ല, എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യുന്നതാണ് പതിവ്. ഇപ്പൊ ഞാനും വന്നല്ല. എനിക്ക് ചപ്പാത്തി മതി, നീ പോയി ഉണ്ടാക്ക്, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അവിടെ അങ്ങനെ നിന്നാ പോലെ ഇതൊരു കഷ്ടമാണോ? എന്റെ തലയിലാക്കി വെച്ച്. ശ്രേയേ, എന്തമ്മ? ഒന്നിങ്ങ് വാ. എന്തമ്മ? ഇതിലെന്താടി ചൂടുവെള്ളം വരാത്ത? അയ്യോ, അത് ഹീറ്റർ കേടായിരിക്കണമ്മ. ഇന്ന് സാധാരണ വെള്ളത്തിൽ കുളിക്ക്, നാളെ ആരെങ്കിലും കൊണ്ട് നന്നാക്കിപ്പിക്കാം. അത് നീ എന്തെങ്കിലും ചെയ്. എനിക്ക് ഇപ്പൊ കുളിക്കാൻ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് വാ. തണുത്ത വെള്ളത്തിൽ കുളിച്ചാലേ എനിക്ക് വാദം കൂടും. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് വാദം വരുമെന്ന് തോന്നുന്നു. എന്തോ ഇല്ലേ ആലോചിച്ചിട്ടിരിക്കണേ, പോയി വെള്ളം ചൂടാക്കിയിട്ട് വാ. അമ്മ ധാരി വെളുപ്പാൻ കാലത്ത് ശ്രേ, എന്തോന്നമ്മ? എണീക്കണില്ലേ? മണി 6 ആയി. അമ്മ ഇന്ന് സൺഡേ ആണമ്മ. എന്നും പറഞ്ഞ് എനിക്ക് മരുന്ന് കഴിക്കേണ്ടതാണ്. വേഗം എണീറ്റ് പോയി ഫുഡ് ഉണ്ടാക്കിത്താ. എന്തമ്മ? നിക്ക് നിക്ക്, നീ എന്തിനാണ് തുണി നനയ്ക്കായിടണം, അല്ലാണ്ട് എന്തോന്ന്? എന്റെ തുണി ഇതിൽ നനയ്ക്കണ്ട, കല്ലിൽ നനച്ചാ മതി. സർ, മന്ത്ലി അലോക്കേഷൻസിന്റെ അപ്ഡേറ്റ് രാജീവിന് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? മക്കളെ, പറയാൻ മറന്നുപോയി, ഇന്ന് എൻ്റെ ചെക്കപ്പിൻ്റെ ഡേറ്റാ.
നീ വേഗം റെഡിയാകും. ചെക്കപ്പാ? ആ, മരുന്നും തീർന്നു. 1 മാസത്തെ മരുന്നും കൂടി വാങ്ങിക്കണം. 1 മിനിറ്റ്. അമ്മ ഇന്ന് എനിക്ക് ഇമ്പോർട്ടൻറ്റ് ക്ലൈന്റ് മീറ്റിംഗ് ആണ്, ഇറങ്ങാൻ പറ്റൂല. അതൊന്നും എനിക്കറിയണ്ട. നീ വേഗം ഇറങ്ങ്. വരണ വിളിക്ക് ചന്ദ്രൻ്റെ വീട്ടിലും കൂടെ ഇറങ്ങണം. അമ്മ അമ്മ അങ്ങനെ മതി മക്കളെ. ഇനി വെള്ളം ചൂടാക്കിക്കോ, കുളിക്ക. പറയടി. എടി എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ? എടി ഒരു കൊച്ചിനെ നോക്കണത് ഇതിനെക്കാട്ടിലും എളുപ്പമാണ്. രാവിലെ 5 മണിക്ക് തുടങ്ങും അമ്മയുടെ അലാറം പോലത്തെ വിളി. ഇത്ര ദിവസം നേരം ഒന്ന് ഉറങ്ങിയിട്ട് രാവിലെ ചായ മുതൽ രാത്രി ഡിന്നർ വരെ അവർ പറയണ പോലെ ഉണ്ടാക്കി കൊടുക്കണം. ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതിയാ, അതിൽ 100 കുറ്റം വേറെ പറയും. ഇതിനിടയ്ക്ക് അവരുടെ സാരി കല്ലിയിട്ട് അലക്കി എൻ്റെ നടുവിന് തൈലം ഇടേണ്ട അവസ്ഥയാണ്. എൻ്റെ പൊന്നോ, ആ ആര്യനെ സമ്മതിക്കണം കേട്ടോ. ചോ, അമ്മ എന്തായാലും വീട്ടിൽ വന്നു പോയില്ലേ, ഇറങ്ങി പോവാന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. നീ എന്തായാലും അമ്മയെ നന്നായിട്ട് നോക്കണേ. ശരിടി, ഞാൻ പിന്നെ വിളിക്കാം. എനിക്ക് പാർലർ വരെ ഒന്ന് പോകാനുണ്ടായിരുന്നു. ഓക്കെ ഡി. നമുക്ക് പാർലറിൽ പോകണമല്ലേ? എൻ്റെ മാത്രം അമ്മയൊന്നും ഇല്ലല്ലോ, ഞാൻ കാണിച്ചു കൊടുക്കാം. നീ പിന്നെ എന്തോന്ന് വിചാരിച്ച് അമ്മയെ നോക്കാൻ തുടങ്ങി അത്ര എളുപ്പമാണെന്ന് വിചാരിച്ച? ഇവിടെ ആരും റിസൈൻ ചെയ്ത് നിന്നിട്ട് പോലും ഞാനും കൂടെ മാസത്തിൽ 4-5 തവണ ലീവ് എടുത്തിട്ടാണ് അമ്മയെ ഹോസ്പിറ്റലിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് കൊണ്ടുപോകണത്. 3-4 മാസം കൂടുമ്പോൾ ഇങ്ങോട്ട് കയറി വന്നിട്ട് അമ്മയെ നോക്കുന്നില്ല, ആനയാണ് ചേനയാണെന്നൊക്കെ പറയുന്നൊരു എളുപ്പമല്ല കാര്യങ്ങൾ. ഇത്രയും കാലം അമ്മയുടെ ഹോസ്പിറ്റൽ ചിലവിടൊക്കെ എല്ലാം ഞങ്ങൾ നോക്കിയിരുന്നുകൊണ്ട് നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ അറിയിച്ചിട്ടുമില്ല. ചേട്ടൻ ഈ പറയുന്നതൊക്കെ ശരി തന്നെ ആയിരിക്കും, പക്ഷെ അമ്മ പഴയ പോലെ ഒന്നും അല്ല, ഒട്ടും അഡ്ജസ്റ്റിംഗ് അല്ല. എടി നിനക്കറിയാലോ, അമ്മ വന്നേ പിന്നെ എനിക്ക് കൃത്യമായിട്ട് ജോലിക്ക് പോകാൻ പറ്റണില്ല. അവിടെ പോയാൽ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് പോകണോണ്ട് അവിടെ ഇരുന്ന് ഉറങ്ങുന്നു ഞാൻ. ചേട്ടാ എനിക്കിത് പറ്റൂല, ഇതിലെന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ഞാനെന്ത് തീരുമാനം ഉണ്ടാക്കി? നിങ്ങൾ രണ്ടുപേരല്ലേ അമ്മയുടെ പൊന്നു മക്കൾ, നിങ്ങളെന്താ വെച്ചാൽ തീരുമാനിക്കും. എടി നീയും കൂടെ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. അമ്മയ്ക്ക് നമ്മൾ 3 മക്കളില്ലേ, അപ്പൊ അമ്മയെ നോക്കേണ്ടത് നമ്മുടെ 3 പേരുടെയും കടമയാണ്. അതുകൊണ്ട് ഇനി 4 മാസം കൂടുന്തോറും മാറി മാറി അമ്മ വന്ന് നിൽക്കട്ടെ. നീ എന്തു പറയണ്? പോടി അവിടെ നിന്ന്. എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ കാര്യം നോക്കാൻ തന്നെ സമയമല്ല, അപ്പോഴാണ് അമ്മയുടെ. എടി നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫോൺ വിളിക്കുമ്പോഴൊക്കെ അമ്മയെ പൊന്നുപോലെ നോക്കുമെന്നല്ലേ പറഞ്ഞത്. ചേട്ടാ ഇപ്പൊ ഇവളീ പറയുന്നത് കണ്ടാ? ഓ ആയിക്കോട്ടെ, പക്ഷെ ഞാനേ നിന്നെ പോലെ അമ്മയുടെ കയ്യിലുള്ള കാശ് പിടുങ്ങാനേ സോപ്പിട്ട് നിൽക്കാറില്ല. എടി നീ കൂടുതൽ പറയല്ലേ. നിനക്ക് കൊച്ചുണ്ടായ സമയത്ത് 1 രൂപ ചെലവില്ലാതെ കൊച്ചിനെ നോക്കാൻ വേണ്ടിയല്ലേ അമ്മയെ മിസ് എന്ന് പറഞ്ഞ് ഇവിടുന്ന് കെട്ടിയെടുത്തോണ്ട് പോയത്. ഒന്ന് നിർത്തോ രണ്ടുപേരും. ചേട്ടാ ഇവിടെ പറയണം, നിങ്ങൾക്ക് ഇപ്പൊ അമ്മയെ നോക്കാൻ വയ്യ, അത്രയല്ലേ ഉള്ളൂ. അയ്യോ ചേട്ടാ, ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. നമുക്ക് 3 പേർക്കും കൂടെ നോക്കാന്നല്ലേ. രണ്ടുപേരത്തോലും ഞാൻ ഒരു കാര്യം പറയാം. അമ്മ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലടിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് അമ്മയെ നോക്കാമെങ്കിൽ നീ ഇങ്ങോട്ട് കൊണ്ട് അയക്കോ, ഞാൻ നോക്കിക്കോളാം. ഇത്രയും കാലം നോക്കിയതിനും കൂടെ വന്നതിനൊക്കെ അമ്മയ്ക്ക് എന്നെ ഒരു വിലയില്ലെങ്കിലും അമ്മ ഒരു ബാധ്യതയാണെന്ന് എനിക്കും ആർക്കും ഇതുവരെ തോന്നിയിട്ടില്ല. അമ്മൂമ്മ എന്തിനാ കരയണ? പ്രായമാകുമ്പോൾ എല്ലാ മനുഷ്യർക്കും വരുന്ന പോലെ കുറെ വാശിയും കാർക്കശ്യവും ഒക്കെ അമ്മയ്ക്ക് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അമ്മ നമ്മുടെ അമ്മയല്ലാതാവുന്നതാ. അച്ഛൻ മരിച്ചിട്ട് ഒരു കുറവ് അറിയിക്കാൻ നമ്മളെ 3 പേരെ നല്ല രീതിക്കാണ് അമ്മ വളർത്തിയത്. നിങ്ങളുടെ 2 പേരുടെ കല്യാണം നടത്താൻ പോലും അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചേട്ടാ ഞാൻ അങ്ങനെ നിങ്ങൾ 2 പേരെടുത്തും അമ്മയെ നോക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. അമ്മയെ ഞാൻ നോക്കിക്കോളാം, എനിക്ക് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഇനി ഇതിന്റെ പേരും ഇറങ്ങി 2 പേരും ഇവിടെ കിടന്ന് കടിച്ചു കയറണ്ട, മനസ്സിലായല്ലോ? ആരടി? അമ്മ വാ അമ്മ. അമ്മ വാ അമ്മ.
നന്നായിട്ട് നോക്കുന്ന മക്കളെ കുറ്റം പറയുകയും വല്ലപ്പോഴും മാത്രം കാണാൻ വരുന്ന മക്കളെ സ്നേഹം കൊണ്ട് പൊതിയുകയും ചെയ്യുന്ന ചില മാതാപിതാക്കളെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട്. ഇവർക്ക് പലപ്പോഴും നോക്കുന്ന മക്കളുടെ വാല്യൂ മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ മറ്റു മക്കളുടെ സ്നേഹവും ഇവരുടെ സ്നേഹവും തമ്മിൽ എപ്പോഴും കമ്പയർ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ വയസ്സായ മാതാപിതാക്കളെ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുക്കാതെ ആരാണോ നോക്കുന്നത് അവരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കുന്ന മക്കളുമുണ്ട്. ഈ രണ്ട് സ്വഭാവം മാറ്റേണ്ടതാണ്. വയസ്സാവുമ്പോൾ അച്ഛനെയും അമ്മയും ഏറ്റവും നന്നായിട്ട് നോക്കേണ്ടത് ഓരോ മക്കളുടെയും റെസ്പോൺസിബിലിറ്റിയാണ്, അതിലൊരു സംശയവുമില്ല. അതേസമയം മക്കളുടെ അവസ്ഥ ഒട്ടും മനസ്സിലാക്കാതെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവാതെ വാശി കാണിക്കുന്നത് ശരിയല്ല. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. വയസ്സായ മാതാപിതാക്കളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ചാലഞ്ചസ് എന്തെല്ലാമാണ്? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. ഇനിയെങ്കിലും നന്നായിട്ട് നോക്കുന്ന മക്കളെ മാതാപിതാക്കൾ തന്നെ കുറ്റം പറയാതിരിക്കും. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും. SK ടോക്സിൻ്റെ ഓരോ വീഡിയോസിലൂടെയും നമ്മൾ കാണുന്നത് നമ്മളെ തന്നെയാണ്. ഈ വീഡിയോസ് ചെറുതായിട്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയെണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതയം നൽകുന്ന Dr. Agarwal's Eye Hospital, helping India regain perfect vision since 1957.